2020 ജൂൺ 13 യൂട്യൂബിൽ റിലീസ് ചെയ്തതിനു ശേഷം ഒരു മലയാളം റാപ്പ് വീഡിയോ 3 ലക്ഷത്തിലധികം പേർ കണ്ടു. ഇതൊരു നവാഗതനെ സംബന്ധിച്ചിടത്തോളം അതിശയിപ്പിക്കുന്ന സംഖ്യയാണ്. നവാഗതനെ നിങ്ങൾക്ക് ഏവർക്കും പരിചയമുണ്ടാകും. അത് വേറെ ആരുമല്ല, വേടൻ എന്ന സ്റ്റേജ് നാമത്തിൽ അറിയപ്പെടുന്ന ഹിരൺദാസ് മുരളിയാണ്. ഹൃദയത്തിൽ നിന്നും നേരിട്ട് വരുന്ന ഒരു ഭയവുമില്ലാത്ത വേടന്റെ പ്രകടനമാണ് വോയിസ് ഓഫ് വോയിസ്ലെസ്. 2020 ജൂണിൽ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന തന്റെ ആദ്യ മ്യൂസിക് വീഡിയോ യൂട്യൂബിൽ പുറത്തിറങ്ങിയതോടെയാണ് വേടന് ആദ്യമായി പ്രാധാന്യം ലഭിച്ചത്. അന്ന് അദ്ദേഹത്തിന് 25 വയസ്സായിരുന്നു. അതേ വർഷം തന്നെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന തന്റെ രണ്ടാമത്തെ മ്യൂസിക് വീഡിയോ അദ്ദേഹം പുറത്തിറക്കി. 2024 മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിൽ സുഷിൻ ശ്യാമുമായി വേടൻ സഹകരിച്ചു. അവിടെ അദ്ദേഹം കുതന്ത്രം എന്ന ട്രാക്കിന്റെ വരികൾ എഴുതി. വേടൻ കേരളത്തിലെ തൃശൂരിലാണ് ജനിച്ചത്. അമ്മ ശ്രീലങ്കയിലെ ജാഫ്നയിൽ നിന്നാണ്. തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള സ്വപ്നഭൂമി എന്ന കോളനിയിലാണ് വേടൻ വളർന്നത്. സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം എപ്പോഴെങ്കിലും എന്തെങ്കിലും ആകണമെന്ന സ്വപ്നവുമായി അദ്ദേഹം നിർമ്മാണ ജോലികൾക്കായി പോയി. തന്റെ സമൂഹത്തിലെ ആളുകൾ വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിവേചനത്തിൽ നിന്നാണ് ഈ ഗാനം ഉരുത്തിരിഞ്ഞതെന്ന് വേടൻ പറയുന്നു. വിവാദമായ CAA പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രാജ്യം പ്രതികരിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ അദ്ദേഹം മലയാളത്തിൽ ഗാനം എഴുതി. വേടൻ അഥവാ വേട്ടക്കാരൻ എന്ന പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹം തന്റെ സമൂഹത്തിലെ ആളുകൾ വർഷങ്ങളായി അനുഭവിച്ച വിവേചനം തന്റെ സുഹൃത്തുക്കൾക്ക് കാണിച്ചു കൊടുക്കുകയും വാക്കുകൾ റാപ്പ് ചെയ്യാനും തുടങ്ങി. കാരണം കറുത്ത വർഗ്ഗക്കാർ അവരുടെ അവകാശങ്ങൾക്കായി പോരാടുമ്പോൾ അവർ പറയാൻ ആഗ്രഹിക്കുന്നത് പറയാൻ തിരഞ്ഞെടുത്ത രൂപമായിരുന്നു ശബ്ദമില്ലാത്തവരുടെ ശബ്ദം എന്ന ഗാനം. വളരെ കാലമായി ജാതിയുടെയും നിറത്തിന്റെയും പേരിൽ വിവേചനം അനുഭവിച്ച വേടനും തന്റെ കോളനിക്കാരുടെയും അനുഭവം തുറന്നടിക്കുകയാണ് ഈ പാട്ടിലൂടെ ചെയ്തത്. ശരിയായ പോഷകാഹാരമോ സുരക്ഷിതമായ ഒരു വീട് പോലും ഇല്ലാതെ അടിസ്ഥാന ആവശ്യങ്ങൾ ഇല്ലാതെ ജീവിക്കുന്ന ആൾക്കാരാണ് അവർ. ഞാൻ അവിടെയാണ് താമസിക്കുന്നത്. എന്റെ സംഗീതം എന്റെ സ്ഥാനത്തായിരിക്കണം, അവിടെ താമസിക്കുന്ന ആളുകളെ കുറിച്ചായിരിക്കണം, വേടൻ പറയുന്നു. ജാതി വിരുദ്ധവും രാഷ്ട്രീയപരവുമായ ആ ഗാനം വാക്കുകളിലും രോഷത്തിന്റെ സംഗീതത്തിലും ഒരുപോലെ ശക്തമാണ്. നിർമ്മാണ ജോലികൾക്കായി പോയതിനു ശേഷമാണ് വേടൻ തിരുവനന്തപുരത്ത് ഫിലിം എഡിറ്ററും സംവിധായകനുമായ B. അജിത് കുമാറിന്റെ സ്റ്റുഡിയോ ബോയ് ആയി ജോലി ചെയ്തത്. അവിടെ ധാരാളം ആളുകളെ വേടൻ കണ്ടുമുട്ടാൻ ഇടയായി. ആ വർഷങ്ങളിൽ അന്തരിച്ച അമേരിക്കൻ റാപ്പർ തുപാക് ഷക്കൂറിന്റെ സ്വാധീനത്താൽ അദ്ദേഹം റാപ്പിനോട് അടുത്തു. സംഗീതം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ തന്റെ സമൂഹത്തിലെ ആളുകൾ വേട്ടയാടപ്പെടുന്ന ഗ്രാമീണ വേട്ടക്കാരായതിനാലാണ് അദ്ദേഹം വേടൻ എന്ന പേര് തിരഞ്ഞെടുത്തത്. വീഡിയോ സംവിധാനം ചെയ്ത അഖിൽ രാമചന്ദ്രനും അത് ചിത്രീകരിച്ച ഹൃത്തിക് ശശികുമാറുമാണ് മ്യൂസിക് വീഡിയോ നിർമ്മിക്കാൻ വേടനെ സഹായിച്ചത്. വീഡിയോയിലെ കുട്ടികൾ തന്റെ കോളനിയിലെ കുട്ടികളാണെന്ന് വേടൻ പറയുന്നു. ചുവപ്പ് നിറത്തിലുള്ള ഒരു ഷേഡിൽ ആരംഭിച്ച് നീല നിറത്തിൽ അവസാനിക്കുമ്പോൾ വേടൻ കറുത്ത ഷർട്ട് ധരിച്ചിരിക്കുന്നു. ചരിത്രത്തിലെ 3 ജാതിവർഗ വിരുദ്ധ പോരാളികളായ മാർക്സ്, അംബേദ്കർ, പെരിയാർ എന്നിവരുടെ ഒത്തുചേരലാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ സംഗീതമാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമെന്ന് വേടൻ പറയുന്നു. ഇപ്പോഴിതാ 2025 ഏപ്രിൽ 28 വേടന്റെ ഫ്ളാറ്റിൽ നിന്നും കഞ്ചാവ് പിടികൂടിയതിന്റെ ഞെട്ടലിലാണ് കേരളം. തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിൽ നിന്ന് 6 ഗ്രാം കഞ്ചാവാണ് പോലീസ് പിടികൂടിയത്. ലഹരി ഉപയോഗിച്ചെന്ന് വേടൻ പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തു. 9.5 ലക്ഷം രൂപയും ഫ്ളാറ്റിൽ നിന്ന് കണ്ടെടുത്തു. വേടനെയും ഫ്ളാറ്റിൽ ഒപ്പമുണ്ടായിരുന്നവരെയും ഹിൽ പാലസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതേസമയം മയക്കുമരുന്ന് കൈവശം വെച്ചതിനെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ അധികൃതർ കടുവയുടെ പല്ലും കണ്ടെത്തി. ശ്രീലങ്കയിൽ നിന്നുള്ള ആളാണ് സമ്മാനമായി വേടന് ആ പുലിപ്പല്ല് നൽകിയതെന്ന് അയാൾ അവകാശപ്പെടുന്നു. മയക്കുമരുന്ന് കേസിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെ വനം വകുപ്പ് വേടനെ കസ്റ്റഡിയിലെടുത്തു. പല്ലുകൾ യഥാർത്ഥ കടുവകളുടേതാണെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. 2021 മീറ്റു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഒരു ഫേസ്ബുക്ക് പേജിൽ പങ്കിട്ട ഒരു പോസ്റ്റ് വഴി വേടനെതിരെ ലൈംഗിക ദുരുപയോഗം ആരോപിച്ച് ചില സ്ത്രീകൾ രംഗത്തെത്തി. പിന്നീട് അദ്ദേഹം ആരോപണങ്ങൾക്ക് ക്ഷമാപണം നടത്തി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് വരും വീഡിയോസിനായി കാത്തിരിക്കുക.